വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണ്, എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ചെയ്യാതിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. നിങ്ങളുടെ ബോഡി കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങളിനി ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യണോ, അല്ലെങ്കിൽ എപ്പോൾ മുതൽ റീസ്റ്റാർട്ട് ചെയ്യണം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ ആഫ്റ്റർ ഓവുലേഷൻ ഏത് പൊസിഷനിൽ ചെയ്യണം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഒരു ടെലിഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാം അക്കൗണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ നിൽക്കിയിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ അപ്പുറത്ത് ജോയിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചാനലിലെ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം ചാനലിൽ ഒന്നും കൂടി വിസിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെലിഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ സെക്സ് ആഫ്റ്റർ ഓവുലേഷൻ ടൈമാണ്. സാധാരണയായിട്ട് ഓവുലേഷൻ നടക്കുന്നതിന് മുൻപായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് എല്ലാവരും തന്നെ ചെയ്യാറുണ്ട്. പ്രഗ്നൻസി ഹെൽത്തി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ മില്യൺസ് ഓഫ് സ്പേം സെൽസ് ശരീരത്തിനകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടും ഓവുലേഷന് മുൻപ് മുതൽ തന്നെ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങുന്നത് പ്രഗ്നൻസി ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ആഫ്റ്റർ ഓവുലേഷൻ ഒരുപാട് പേരുടെ മനസ്സിൽ ഒരുപാട് ധാരണകളുണ്ട്. ഇൻഫാക്ട് ഞാൻ കണ്ട ഡോക്ടർ എനിക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ കണ്ട ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സെക്സ് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ചെയ്യുന്നതിൽ കിട്ടുന്ന ബെനിഫിറ്റ്സും ഓവുലേഷൻ കഴിഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യേണ്ടത് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബെനിഫിറ്റ്സിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. ഓവുലേഷൻ കഴിഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത്, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന ഓരോ സമയത്തും ഓരോ സ്ത്രീക്കും കിട്ടുന്നൊരു മെൻ്റൽ ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് ഉണ്ട്. ഈ ഹാപ്പിനെസ് ഓവുലേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നതിലൂടെയും ഈ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ലൂട്ടിയൽ ഫേസിൽ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിസൾട്ട് എന്താകും എന്ന് ആലോചിച്ച് വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ആ ഒരു വിഷമത്തിനെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, മൂഡൊന്ന് സപ്പോർട്ടാക്കി വെക്കുന്നതിനും നമ്മുടെ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഒന്ന് നന്നായിട്ട് കൂട്ടുന്നതിനും വേണ്ടിയിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് ആണ് സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എക്സ്ട്രീം പ്ലഷർ ഓർ ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സമയത്ത് നമ്മുടെ മൂഡ് ഭയങ്കര ബെറ്റർ ആവാനായിട്ട് കാരണമാവുന്നു. സ്ട്രെസ് ഒക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹാപ്പി ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ ശരീരത്തിൽ നന്നായിട്ടുണ്ടാകാൻ വേണ്ടിയിട്ടും സെക്സ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് നിങ്ങളുടെ ഉറക്കം നല്ല രീതിക്ക് ആക്കാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൈറ്റ് ടൈമിൽ കൂടുതലായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്ന് ടയേർഡ് ആവുന്നു, ഒരു മെൻ്റൽ പ്ലഷർ നമുക്ക് കിട്ടുന്നു, എക്സ്ട്രീം ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നു. ആ ഒരു ഹാപ്പിനെസ്സോട് കൂടി തന്നെ നിങ്ങൾ കിടക്കുന്ന സമയത്ത് റിലാക്സ് ആയിട്ട് കിടന്നു കഴിഞ്ഞ് നന്നായിട്ട് ഉറങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു. ചില ആളുകൾക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഉറക്കം കുറഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് പോസിറ്റീവ് കിട്ടുമോ നെഗറ്റീവ് കിട്ടുമോ എന്നൊക്കെ ആലോചിച്ച് മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഇത്രയധികം ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി ആരൊക്കെയാണ് ഈ കോണ്ടാക്ട് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു കോണ്ടാക്ട് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നോർമലി ഒരു മിസ്കാരേജ് ഹിസ്റ്ററി ഉള്ള ഒരാൾ കോണ്ടാക്ട് ചെയ്യുന്നത് ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മിസ്കാരേജ് ഹിസ്റ്ററി ഉള്ള ഒരാൾക്ക് എന്തുകൊണ്ടാണ് മിസ്കാരേജ് പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിലപ്പോൾ ഒരു ധാരണ കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലർക്കൊക്കെ കെമിക്കൽ പ്രഗ്നൻസി ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ അറിഞ്ഞ് ആ ഒരു കോണ്ടാക്ട് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്തിട്ടില്ല എങ്കിൽ വീണ്ടും മിസ്കാരേജിൻ്റെ ഹിസ്റ്ററി ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ബോഡിയിൽ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഓൾറെഡി റെക്കറൻ്റ് ആയിട്ട് ഒരു 1-2 മിസ്കാരേജ് ഹിസ്റ്ററീസ് ഒക്കെ ഉണ്ടായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ടെർമിനേറ്റ് ചെയ്ത് കളയേണ്ട സിറ്റുവേഷൻസ് ഉള്ള ആളുകൾ ഡോക്ടറുടെ അടുത്തെത്തി സ്കാനിങ് നടത്തുന്നത് വരെ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ. ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത്, ഫസ്റ്റ് പ്രഗ്നൻസി സമയത്ത് 2 ഡോക്ടേഴ്സിനെ, 2 ഗൈനിക്കിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ 2 പേരും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു പ്രഗ്നൻസി സമയത്ത് ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം, ഞാൻ O നെഗറ്റീവും ഹസ്ബൻഡ് പോസിറ്റീവും ആണ് ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ഇനി എന്തെങ്കിലും തരത്തിലുള്ളൊരു കോംപ്ലിക്കേഷൻ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ കോണ്ടാക്ട് ചെയ്യുന്നത് വഴി എന്തെങ്കിലും കോൺട്രാക്ഷൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം മിസ്കാരേജ് ഉണ്ടാവാനായിട്ടും ലൈഫിനൊരു ത്രെട്ട് വരാനായിട്ടും ചാൻസ് ഉണ്ട്. കാരണം നെഗറ്റീവും പോസിറ്റീവും ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പും ആ ഒരു രീതിക്ക് പോകുന്നതാണെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്.
അടുത്തത് അവോയ്ഡ് ചെയ്യേണ്ട കാറ്റഗറിയിൽ പെടുന്നവരാണ് ഡിലേഡ് ആയിട്ട് പ്രഗ്നൻസി ഉണ്ടായിട്ടുള്ളവർ. അതായത് നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങി, പക്ഷേ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു റിസൾട്ട് കിട്ടി നിങ്ങൾക്ക് വന്നതെങ്കിൽ അങ്ങനെയുള്ള കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ പ്രഗ്നൻസി സമയത്തിൻ്റെ ആദ്യത്തെ ഒരു ട്രൈമസ്റ്റർ വരെ കോൺടാക്റ്റ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പോസിറ്റീവ് റിസൾട്ട് സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കോൺടാക്ട് ചെയ്യാം. അറ്റ്ലീസ്റ്റ് പീരീഡ്സിൻ്റെ ബ്ലീഡിങ് നിൽക്കുന്ന ദിവസം മുതൽ അടുത്തൊരു പീരീഡ് എക്സ്പെക്ട് ചെയ്യുന്നതിന് 10 ദിവസം മുൻപ് വരെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ 10 ദിവസം സമയം മുതൽ അടുത്തൊരു 10 ദിവസം വരെ, ടോട്ടൽ ഒരു 20 ഡേയ്സ് വരെ ഡോക്ടറുടെ അടുത്ത് എത്തിയിട്ട് നമ്മളൊന്ന് സ്കാനിങ് നടത്തുന്ന സമയം വരെ, അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി പ്രശ്നമൊന്നുമില്ല നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറയുന്ന സമയം വരെയെങ്കിലും ഡിലേഡ് പ്രഗ്നൻസി ഉള്ള ആളുകൾ കോൺടാക്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് തോന്നുന്നത് കേട്ടോ. അടുത്തതായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടത് വജൈനൽ ബ്ലീഡിങ് ഇടയ്ക്കിടയ്ക്കായിട്ട് ഉണ്ടാകുന്ന കണ്ടീഷനിൽ, അതായത് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കി ഫെയിൻ ലൈൻ കിട്ടുകയോ പോസിറ്റീവ് കിട്ടുകയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനുശേഷം ചെറുതായിട്ടൊരു സ്പോട്ടിങ്ങോ ചെറുതായിട്ട് ബ്ലീഡിങ്ങോ ഉണ്ടാകുന്ന കണ്ടീഷൻസിൽ അങ്ങനെയുള്ള ഒരു ഹിസ്റ്ററീസ് ഉള്ള ആളുകളും കോൺടാക്ട് അവോയ്ഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും ഹെൽത്തി പ്രഗ്നൻസി കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് കേട്ടോ. ഇത് പെർമനൻ്റ് ആയിട്ട് ആ ഒരു 10 മാസം വരെ നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്നൊന്നുമില്ല, ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ സെർവിക്കൽ സ്റ്റിച്ച് ഇടുന്ന ആളുകളുണ്ട്, പ്ലസൻ്റയുടെ പൊസിഷൻ അല്ലെങ്കിൽ നമുക്കിപ്പോൾ സെർവിക്സിൻ്റെ ലെങ്ത് ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺടാക്ട് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും 10 മാസം. എന്നാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഡിലേഡ് പ്രഗ്നൻസി ആണെങ്കിലും സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിലും നിങ്ങളൊരു ആദ്യത്തെ ഒരു സ്കാനിങ് വരെയൊക്കെ മാത്രം കോൺടാക്ട് അവോയ്ഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ കോൺടാക്ട് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സ്ത്രീ പൂർണ്ണമായിട്ടും വില്ലിംഗ് ആണെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ചില സ്ത്രീകൾക്ക് ഈ പ്രഗ്നൻസിയുടെ സമയത്ത് ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് ലിബിഡോ ഇൻക്രീസ് ആകും, കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഭയങ്കര കൂടുതലായിട്ട് വരും. അങ്ങനെയുള്ളവരുടെ ബോഡി അതിനനുസരിച്ച് ഫിറ്റ് ആയിരിക്കും, ആ ഒരു ഫിസിക്കൽ കോൺടാക്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിന് അവരുടെ ബോഡി ഫിറ്റ് ആയിരിക്കും. എന്നാൽ മറ്റു ചില സ്ത്രീകൾക്ക് അവരുടെ ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് കൊണ്ടും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മറ്റു പല മാറ്റങ്ങൾ, ക്ഷീണം, തളർച്ച എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് മറ്റുള്ള ചില സ്ത്രീകൾക്ക് ലിബിഡോ വളരെയധികം കുറവായിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാതെ വരുമ്പോഴേക്കും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഹസ്ബൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം കോൺടാക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു തരത്തിലുള്ള ഇൻട്രസ്റ്റും ഇല്ലെങ്കിൽ ഒരു ലൂബ്രിക്കേഷനും നമുക്ക് അവിടെ ആ ഭാഗത്ത് ഫീൽ ചെയ്യില്ല. ആ ഒരു പ്രോസസ്സ് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. പെയിൻഫുൾ ആയിട്ടുള്ള രീതിക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അടിവയറ് നീര് വീഴുന്നത് പോലുള്ള ഒരു ബുദ്ധിമുട്ടോ വജൈനൽ ഭാഗത്ത് ഒരുപാട് അസ്വസ്ഥതകളോ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡി നമ്മളെ ക്യൂർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇംപ്ലാന്റേഷൻ്റെ പ്രോസസ്സ് ചിലപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ആയി പോകാനായിട്ടും ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീ പൂർണ്ണമായിട്ടും വില്ലിംഗ് ആണെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഓറൽ സെക്സോ അല്ലെങ്കിൽ മറ്റുള്ള ഫിംഗറിങ്ങോ ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക. കയ്യിൽ എന്തെങ്കിലും ബാക്ടീരിയാസോ ഇൻഫെക്ഷൻസോ ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് സെർവിക്സിനകത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് മൂലം കാരണമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നത് വഴി സെർവിക്സിന്റെ അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇൻഫെക്ഷന് പെട്ടെന്ന് തന്നെ കുഞ്ഞിലോട്ട് എത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഫിംഗറിങ് എത്രത്തോളം നിങ്ങൾ കൈ കഴുകുന്നുണ്ടെന്ന് പറഞ്ഞാലും നെയിൽ ട്രിം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഫിംഗറിങ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രഗ്നൻസിയിൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അതുപോലെ തന്നെ ചെയ്യുന്ന സമയത്താണെങ്കിലും റഫ് ആയിട്ടുള്ള രീതിക്ക് കോൺടാക്ട് ചെയ്യാതിരിക്കാനായിട്ട് നോക്കണം. സ്ത്രീ പൂർണ്ണമായിട്ടും കംഫർട്ട് ആയതിനു ശേഷം മാത്രമേ കോൺടാക്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. എല്ലാവരും ആ രീതിക്ക് തന്നെയായിരിക്കും ചെയ്യുന്നത്, പക്ഷേ ഇപ്പോൾ എല്ലാവരുടെ സിറ്റുവേഷനും ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കണമെന്നില്ല, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ. ഇനി കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കംഫർട്ട് ആയിട്ടുള്ളൊരു പൊസിഷനും തിരഞ്ഞെടുക്കാനായിട്ട് നോക്കണം. ആഫ്റ്റർ ഓവുലേഷൻ ആണെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മിഷണറി പൊസിഷൻ ട്രൈ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ സെക്കൻഡ് ട്രൈമസ്റ്ററൊക്കെ ആകുമ്പോഴേക്കും മിഷണറി പൊസിഷനിൽ ചിലപ്പോൾ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു പൊസിഷൻ മാറ്റിയിട്ട് വുമൺ ഓൺ ദ ടോപ്പ്, സ്ത്രീ കംഫർട്ട് ആണെങ്കിൽ മാത്രം വുമൺ ഓൺ ദ ടോപ്പ് പൊസിഷനിലാണെങ്കിലും കോൺടാക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ ഒരുപാട് പേര് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ചേച്ചി കോൺടാക്ട് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മുടെ കണ്ടീഷൻ വെച്ചിട്ട് സ്കാനിങ് റിപ്പോർട്ട് വെച്ച് നോക്കിയിട്ടും ഏറ്റവും കൂടുതൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്തോളൂ എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരാൾ നിങ്ങളുടെ ഗൈനിക്കാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നാണിക്കേണ്ട ആവശ്യമില്ല. ഹസ്ബൻഡ് ഇരിക്കുന്ന സമയത്ത് ഡോക്ടറോട് ചോദിക്കാമോ അങ്ങനെയൊന്നും ആലോചിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും നാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കണ്ടീഷൻ എന്താണ്, ഞാൻ ഇനി കോൺടാക്ട് റീസ്റ്റാർട്ട് ചെയ്തോട്ടെ എന്നുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ അവർക്ക് മാത്രം പറയാൻ സാധിക്കുന്നത് കൊണ്ട് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾ ഡോക്ടറോട് കാര്യങ്ങൾ അന്വേഷിക്കാം.
അവർ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒട്ടും തന്നെ ചെയ്യരുത് എന്ന് പറയുന്നതാണെങ്കിൽ നിങ്ങൾ പെനിട്രേറ്റീവ് ആയിട്ടുള്ള സെക്സ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള രീതിക്ക് ഫോർപ്ലേ ചെയ്ത് കഴിഞ്ഞാലും ബുദ്ധിമുട്ടില്ല. അതായത് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള രീതിക്കുള്ള സെക്സ് അവോയ്ഡ് ചെയ്യുക. അതല്ലാത്ത രീതിക്ക് ബോഡിയെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുള്ള രീതിക്കാണെങ്കിലും ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് വേറൊരു തരത്തിലുള്ള അനിഷ്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓറൽ സെക്സ് ചെയ്യുന്ന പെനിട്രേറ്റീവ് സെക്സ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിനത് ഫീൽ ചെയ്യുമോ അല്ലെങ്കിൽ ഓർഗാസം വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമോ, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും ഉണ്ടാകില്ല കേട്ടോ. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ ഒരു ഡിലേഡ് പ്രഗ്നൻസി ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഓൾറെഡി ഒരു മിസ്കാരേജിൻ്റെ ഹിസ്റ്ററീസ് ഉള്ളവരായിട്ടുള്ള ആളുകളോ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ദെൻ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ സ്കാനിങ് നമുക്ക് ഏകദേശം ഒരു 5-6 വീക്സ് ഒക്കെ ആകുമ്പോഴേക്കും തുടങ്ങിയിട്ടുണ്ടാകും. ആ സ്കാനിങ്ങിന് ശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.